സാത്താൻ പിടിക്കുമ്പോൾ നമ്മൾക്ക് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ആശ്വാസം എല്ലാം കുറയും. നമ്മൾ ആശ്വാസത്തിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അതെ, സെൽഫിഷ്നെസ്സിലാണ്, നമ്മുടെ സ്വാർത്ഥതയിൽ നമുക്ക് ആശ്വാസം ഉണ്ടാകും. സ്വാർത്ഥതയിൽ ആശ്വാസം ഉണ്ടാകും. മനസ്സിലായി? സ്വാർത്ഥത ഒരിക്കലും അസ്വസ്ഥമാകും. എന്നിലുള്ളതെന്തോ അത് അനുഭവിക്കാൻ, എൻ്റെ സ്വാർത്ഥത എന്നിലുള്ളതിനെ അനുഭവിക്കാനാണ്. സ്വാർത്ഥത നശിപ്പിക്കുന്നതാകരുത്. എന്നിലുള്ളത് അനുഭവിക്കാനാണ് എൻ്റെ സ്വാർത്ഥത. എന്നിലെന്താ ഉള്ളത്? എന്നിലുള്ളത് എന്താണോ അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആശ്വാസമാണ്. അതല്ലാത്തത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അസ്വസ്ഥതയാണ്. ഇത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്വമാണ്. നമ്മൾ പ്രവർത്തിപ്പിക്കാൻ നോക്കണ്ട. നമ്മൾ പുതിയൊരു സംവിധാനം ഉണ്ടാക്കി കൊണ്ടുവരാൻ നോക്കണ്ട. നടക്കുകയില്ല. അപ്പൊ ഗുരുനാഥൻ എന്ന് പറയുന്നത്, എനിക്ക് വിശപ്പുണ്ടാകുമ്പോൾ എൻ്റെ ഗുരുനാഥൻ വിശപ്പാണ്. എൻ്റെ ഗുരുനാഥൻ. എനിക്ക് ഉറക്കം വരുമ്പോൾ ഉറക്കമാണ് എൻ്റെ ഗുരുനാഥൻ. ആ ഗുരുനാഥൻ പറഞ്ഞത് കേട്ടേ പറ്റത്തുള്ളൂ. ഉറക്കം വരണം, ഉറങ്ങണം. എൻ്റെ കൂടെയാണ് എൻ്റെ ഗുരുനാഥനുള്ളത്. എന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല ഗുരുനാഥൻ. ഗുരുനാഥൻ എൻ്റെ കൂടെയുണ്ട്. ഗുരുനാഥൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ദാഹിക്കുന്നു, നീ വെള്ളം കുടി, വെള്ളം കുടി, വെള്ളം കുടി എന്ന് ഗുരുനാഥൻ പറയും, കേൾക്കത്തില്ല. അത് ശിഷ്യൻ നശിച്ചു. ദാഹിക്കുന്നു, നീ വെള്ളം കുടി, വെള്ളം കുടി. ഗുരുനാഥൻ പറയുന്നത് കേൾക്കണം. ദാഹിക്കുമ്പോൾ നീ വെള്ളം കുടിക്കണം. പുറത്ത് കറങ്ങി നടക്കുന്ന ഒരു ഗുരുനാഥന്മാരും ഇല്ല. പുറത്ത് ഗുരുനാഥന്മാരുണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഗുരുനാഥന്മാർ തമ്മിത്തല്ല. ഇവിടെ ഗുരുനാഥന്മാർ തമ്മിത്തല്ല. ഗുരുവിനെ എണീച്ചടക്കാനും വയ്യ. ഗുരുവിനെ എഴുന്നേച്ച് നടക്കാനും വയ്യ. എന്നിലാണ് ഗുരുനാഥനുള്ളത്. എന്ത് പറയണം, ഇത് പറയണ്ട, അത് പറഞ്ഞാൽ ശരിയാകത്തില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞു തരുന്ന ഗുരുനാഥൻ എന്നിലുണ്ട്. എന്നെ ഉറക്കിക്കെടുത്തുന്ന ഗുരുനാഥനുണ്ട്. എന്നെ നേർവഴിക്ക് കൊണ്ടുപോകുന്ന ഗുരുനാഥനുണ്ട്. എന്നിൽ നിരന്തരം പ്രവർത്തിക്കുന്ന ഗുരുനാഥനുണ്ട്. എന്നിൽ ശിഷ്യനുമുണ്ട്. ആ ഗുരുശിഷ്യ ബന്ധമാണ് എന്നെ സ്വസ്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.